ഷാനസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സൂപ്പർ ഡേ മെയിൽ ലൈഫാണ്. അപ്പോൾ ഇന്ന് റമദാനാണ്, ഞങ്ങൾക്ക് റമദാൻ 8 കേട്ടോ. അപ്പോൾ ഞാൻ നോമ്പൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സ്കൂളൊന്നുമില്ല, ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോക്ക് ഒന്നും വരില്ല. അപ്പോൾ സ്കൂളിൽ പരീക്ഷയൊക്കെ വരില്ല, അതുകൊണ്ടാട്ടോ വരാത്തത്. ഇതാട്ടോ നമ്മളെ റൂബി, ഇത് പൂച്ചുവിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബി കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് കേട്ടോ. ഞാൻ പൂച്ചക്കുട്ടീനൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഉമ്മ വൈകുന്നേരത്തേക്കുള്ള കട്ട്ലേറ്റ് എന്നുള്ളതൊക്കെ ഒരുക്കിയൊക്കെയായിരുന്നു. പിന്നെ വൈകുന്നേരം പൊരിക്കടിയായിട്ട് കട്ട്ലേറ്റാണെന്ന് ഉമ്മ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉമ്മ അതായിക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഉമ്മ മീഷോന്ന് ഓർഡർ ചെയ്ത മസാല ബോക്സ് ആണ്. ഉമ്മ അത് അതിലേക്ക് ചിക്കനൊക്കെ വേവിച്ചിട്ടുണ്ട്. കട്ട്ലേറ്റുകളൊക്കെ ഷേപ്പാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അജുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ നല്ല ഇഷ്ടാട്ടോ. അപ്പോൾ ഓളാണ് അതൊക്കെ ചെയ്യല്. നിങ്ങളൊക്കെ വീട്ടിൽ എന്താ പൊരിക്കടി ഉണ്ടാക്കിയ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അജു ഇതാ കട്ട്ലേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരം പൊരിച്ചാൽ മാത്രം മതി. അപ്പോൾ റെഡി ആയിട്ട് നമ്മളെ കട്ട്ലേറ്റ്. ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ അജു ഇവിടെ ഇരുന്ന് ഖുർആൻ ഓതുണ്ട് കേട്ടോ. എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞേക്ക് ഞാൻ കുറച്ചു നേരമൊക്കെ ഉറങ്ങി. അപ്പോഴത്തേന് പിന്നെ അസർ ബാങ്ക് കൊടുത്തു. അസർ നിസ്കരിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ നനയ്ക്കാൻ വന്നതാട്ടോ. അപ്പം എന്തായാലും ഈ ബോഗൺ വില്ലേഴ്സിനൊക്കെ നനച്ചെടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതാട്ടോ നമ്മളെ ബോഗൺ വില്ല. ഇത് ഉമ്മ ഉണ്ടാക്കിയതാണ്. ഇത് നേരെ പടർന്നു പോണത് ഓപ്പൺ ടെറസ്ക്കാട്ടോ. ഒരു കയറ് കെട്ടി കൊടുത്തുക്കണു. ഞങ്ങൾ നോക്കുന്നത് അൽഹംദുലില്ലാ. ഇപ്പൊ നമ്മളെ 8ാമത്തെ നോമ്പും തുറന്നു. ഇനിയിപ്പോ കാര്യമായിട്ടൊന്നുമില്ല, നിസ്കരിച്ചു ഓതും പിന്നെ കിടക്കലിനെ കഴിയും. അപ്പൊ ഇന്റെ ഈ